നമ്മുടെ ഉറക്കം കെടുത്തുന്ന കടലിടുക്കാണ് ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ നടപടി സംയുക്തമായി ഗൾഫ് രാജ്യങ്ങൾ അപലപിച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറക്കണമെന്ന് GCC രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. ഹോർമൂസിൽ ഇറാൻ ഫീസ് ഈടാക്കുന്നതിനെതിരെയും GCC രാജ്യങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. മുഹമ്മദ് റഗീസ് ദുബായിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. റഗീസ്, യഥാർത്ഥത്തിൽ ഈ ഗൾഫ് നാട്ടിലെ രാജ്യങ്ങളെല്ലാം വേറെ രീതിയിൽ സംഘടിക്കുന്നതിൻ്റെ സൂചനകളായി നമുക്കിതിനെ കാണാൻ കഴിയുമോ? SKN വെരി ഗുഡ് മോർണിംഗ്. ഇതിൽ രണ്ട് പക്ഷമുണ്ട്. കാരണം ഒന്നാമത്തെ ഇറാനെതിരായ നീക്കങ്ങൾക്ക് അത്ര മൂർച്ച പോരായിരുന്നു ഗൾഫ് മേഖലയിലെ സംഘർഷ സമയത്ത്. ഈ GCC രാജ്യങ്ങൾ ഒന്നാകെ നിന്നില്ല എന്ന് UAE അടക്കമുള്ള രാജ്യങ്ങൾ ഏതാണ്ട് വലിയ തോതിലുള്ള വിമർശനം ഉന്നയിക്കുന്നു. ഇന്നലെ UAE ഒപ്പേക്കിൽ നിന്ന് അടക്കം മാറി നിൽക്കുന്നതും ഒപ്പേക് പ്ലസിൽ നിന്നും മാറി നിൽക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ പ്രധാനപ്പെട്ട പല രാജ്യങ്ങൾക്കും ഇതുപോലെ UAEക്കെതിരായ നയങ്ങളിൽ നിലപാടുകളിൽ ഒരു ഐക്യം ഉണ്ടായില്ല. ഗൾഫ് മേഖലയിലെ അതിന്റെ ഐക്യം ഏറ്റവും ശക്തി കുറഞ്ഞ നിലയിലായിരുന്നു കഴിഞ്ഞ ഒരു 2 മാസം കണ്ടിരുന്നത് എന്ന് UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് അൻവർ ഗർഗാഷ് അടക്കം ഒരു പ്രസ്താവന നടത്തിയതിനു ശേഷം അദ്ദേഹം നിരന്തരമായി മേഖലയിലെ ഐക്യത്തിനെ കുറിച്ച് സംസാരിക്കുന്നതിന് പിന്നാലെയാണ് ഇന്നലെ ഈ GCC രാജ്യങ്ങളുടെ ഒരു യോഗം അത് സൗദി അറേബ്യയിൽ ചേർന്നത്. ആ യോഗത്തിൽ വെച്ചാണ് ഇറാനെതിരെ അതിരൂക്ഷ വിമർശനം ഒന്നാകെ ഈ GCC രാജ്യങ്ങൾ പാസാക്കിയത്. നേരത്തെ നമുക്കറിയാം ഈ ആക്രമണങ്ങളെ അപലപിക്കുക എന്നതിനപ്പുറത്തേക്ക് കടത്തി പറയാൻ ഒരു നിലയ്ക്കും തയ്യാറായിരുന്നില്ല ഈ GCC രാജ്യങ്ങൾ. അപ്പോൾ അതിന് പിന്നാലെ ഇപ്പോൾ ഈ ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട ഇറാന്റെ ഓരോ നടപടികളും എടുത്തെടുത്ത് ശക്തമായി അതിനെതിരെയൊക്കെയും നിലപാടുകളും നയങ്ങളും പറഞ്ഞിരിക്കുകയാണ് ഈ GCC രാജ്യങ്ങളുടെ കൂട്ടായ്മ. ഒപ്പം തന്നെ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറക്കണം, അവിടെ ഫീസ് പിരിക്കുന്നതിൽ, അവിടെ ഒരു ടാക്സ് പിരിക്കുന്നതിൽ അതിൽ ഇറാൻ നടത്തുന്ന ഇടപെടലുകൾ അത് ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കൂടി GCC രാജ്യങ്ങൾ പറഞ്ഞു വെക്കുകയാണ്. അതിനുശേഷം എടുത്ത ചില തീരുമാനങ്ങൾ കൂടി സുപ്രധാനമാണ്. കാരണം ഈ സമയത്ത് ഏതൊക്കെ മേഖലകളിലാണോ പ്രതിസന്ധി നേരിട്ടത്, എവിടെയൊക്കെയാണോ ഒരു ഭയം ഉണ്ടായിരുന്നത്, അവിടെയൊക്കെയും ഒരു സംയുക്ത ഒരു ഇടപെടൽ ഉണ്ടാകണം, ചേർന്നുകൊണ്ടുള്ള മുന്നോട്ട് പോക്കുണ്ടാകണം എന്നുള്ള തീരുമാനം വരുന്നു. അത് പ്രത്യേകിച്ച് വൈദ്യുത മേഖലയിൽ, ഒപ്പം തന്നെ നെറ്റ്വർക്ക് മേഖലയിൽ, ഒപ്പം ഓയിൽ ഗ്യാസ് ലൈൻ പൈപ്പ് എന്നിവ ഈ രാജ്യങ്ങളെയൊക്കെയും ബന്ധിപ്പിക്കുന്ന തരത്തിൽ ഉണ്ടാകണം എന്നുള്ള രീതിയിൽ ചർച്ച വന്നിരിക്കുന്നു. രാജ്യങ്ങളെ ബന്ധിപ്പിച്ച് കുടിവെള്ള പദ്ധതി വേണം എന്ന ആവശ്യം ഉയർന്നിരിക്കുന്നു. ഇവയുടെ ശേഖരം ഉറപ്പാക്കണം എന്നുള്ളത് ചർച്ചയായിരിക്കുന്നു. സൈനിക ഏകീകരണം ഉണ്ടാകണം എന്നുള്ള സുപ്രധാനമായിട്ടുള്ള ഒരു ചർച്ച അവിടെ ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ സമയത്ത് സൈനിക ഏകീകരണം ഉണ്ടായില്ല, വളരെ മികച്ച തോതിൽ അത് ഉണ്ടാകാനുള്ള ഒരു സാധ്യത നിലനിന്നിരുന്നു. പക്ഷേ അത് ഉണ്ടായിരുന്നില്ല എന്ന് UAE അതിശക്തമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു സൈനിക ഏകീകരണം ഉണ്ടാകണമെന്ന് കൂടി GCC രാജ്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ബലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾക്കെതിരെ അതിവേഗം മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനം ഉണ്ടാകണമെന്ന് പറയുന്നു. രണ്ട് തരത്തിലാണ്. ഒന്ന്, ഇറാനെ ശക്തമായി അപലപിക്കുക, ഇറാനെതിരായിട്ടുള്ള നീക്കങ്ങൾക്ക് മൂർച്ച കൂട്ടുക, ഒപ്പം തന്നെ GCC രാജ്യങ്ങൾക്കിടയിൽ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഈ യോഗത്തിൽ ചർച്ചയുണ്ടായത്. അത്തരത്തിലുള്ള തീരുമാനങ്ങളാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. അറബ് ലീഗിനെതിരെയും കാര്യമായിട്ടുള്ള വിമർശനം ഉയരുന്ന സമയമാണ്. അറബ് ലീഗ് ഒരു പേപ്പറിൽ മാത്രം പ്രതികരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി എന്ന് ഗൾഫ് മേഖലയിലെ പല രാജ്യങ്ങൾക്കും ഒരു എതിർപ്പുണ്ട്. ആ എതിർപ്പ് കൂടി പ്രകടമാകുന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ കാണേണ്ടത് സൗദി അറേബ്യയുടെ നിലപാടും ഒപ്പം തന്നെ UAEയുടെ നിലപാടുമാണ്. കാരണം UAE വിഭിന്നമായി തങ്ങൾക്ക് 3 പാഠങ്ങൾ തങ്ങൾ പഠിച്ചെന്നും ഇനി ഒറ്റയ്ക്കുള്ള ആക്രമണങ്ങൾക്ക് മൂർച്ച കൂട്ടും എന്നുകൂടി UAE സൂചന നൽകിയ സാഹചര്യമാണ്. എന്തായാലും മേഖലയിൽ വലിയ തോതിലുള്ള സംഭവ വികാസങ്ങൾ ഈ യുദ്ധത്തിന്, ഈ ഒരു സംഘർഷത്തിന് ശേഷം നടക്കുന്നുണ്ട്. SKN. ഓക്കെ, താങ്ക് യു. മുഹമ്മദ് റയീസാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.